Hello friends, welcome to SAT, Center Christian Tuition Center Madathumbadi, free education to all. Please subscribe to our YouTube channel for new updated videos. SSLC Chemistry Chapter 2, Chemical Reactions and Mole Concept. അതിലെ പാർട്ട് 3 ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ഈ ചാപ്റ്ററിലേക്ക് പഠിക്കുന്നതിന് മുന്നേ കെമിക്കൽ ഫോർമുല എന്താണ്, അതെങ്ങനെ എഴുതാം, കെമിക്കൽ ഇക്വേഷൻസ് എങ്ങനെ എഴുതാം, കെമിക്കൽ ഇക്വേഷൻസ് എങ്ങനെ ബാലൻസ് ചെയ്യാന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഹൗ ടു റൈറ്റ് കെമിക്കൽ ഫോർമുല ഇതറിയാതെ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പാഠഭാഗങ്ങൾ ബുദ്ധിമുട്ടായിട്ട് തോന്നും. സോ ആദ്യം നമ്മൾ ഫോർമുല, ഒരു കെമിക്കൽ ഫോർമുല എങ്ങനെ എഴുതണമെന്ന് പഠിക്കാം. ഈ വീഡിയോ നിങ്ങൾ മുഴുവനും കാണണം, കാരണം എന്നാലേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടുള്ളൂ. ഇടയ്ക്ക് വെച്ച് നിങ്ങൾ എനിക്ക് മനസ്സിലായി ബാക്കി കിട്ടും എന്ന് വിചാരിച്ച് പോവാതെ മുഴുവനും ക്ഷമയോടെ കാണാനുള്ള ഒരു മനസ്സ് കാണിക്കുക. അങ്ങനെ നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഭാഗത്തു നിന്നുള്ള യാതൊരു തെറ്റും വരില്ല. മാത്രമല്ല പിന്നീട് കെമിസ്ട്രി പഠിക്കുമ്പോഴൊക്കെ എല്ലാ കെമിക്കൽ ഫോർമുലയും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ, സോ ഹൗ ടു റൈറ്റ് എ കെമിക്കൽ ഫോർമുല, ഒരു കെമിക്കൽ ഫോർമുല എങ്ങനെ എഴുതാം. ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ഈ പിക്ചറിലേക്ക് നോക്കൂ. ഇത് അലുമിനിയം സൾഫേറ്റ് ആണ്. എന്താണ്? അലുമിനിയം സൾഫേറ്റ്. ഇതിന്റെ ഫോർമുല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലുമിനിയം AL, അലുമിനിയം സൾഫേറ്റ് SO4. ഞാനിങ്ങനെ എഴുതിയേക്കാണ് അലുമിനിയം SO4 എന്നിട്ടിട്ട് ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് ത്രൈസ്. എനിക്കിങ്ങനെ എഴുതാൻ അറിയാം. നിങ്ങൾക്കറിയോ? നിങ്ങൾക്കറിയില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണണം. കാരണം ഇനിയെങ്കിലും നിങ്ങൾ കെമിക്കൽ ഫോർമുല എഴുതാൻ അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് ഇത് എഴുതുന്നത് അത് നമുക്ക് പഠിക്കാം. സോ ദിസ് ഈസ് ദ ഫോർമുല Al2SO4 thrice. ഹൗ ടു റൈറ്റ് ഇറ്റ്, എങ്ങനെ നമുക്കിത് എഴുതാൻ സാധിക്കും. അപ്പോൾ വളരെ ക്ഷമയോടെ തന്നെ ഈ വീഡിയോ കാണണം. ഓക്കെ, നോക്കൂ. അലുമിനിയം സൾഫേറ്റിൽ രണ്ട് പേര് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒന്ന് അലുമിനിയം, ഓക്കെ, പിന്നെ എന്താണ് സൾഫേറ്റ്. ഓക്കെ, ഇതൊരു ഗ്രൂപ്പാണ്. ഒന്നിൽ കൂടുതൽ ആറ്റങ്ങളുണ്ട്. നമ്മൾ ഇതിനെ പോളി അറ്റോമിക് എന്ന് പറയും. എന്താണ്? പോളി അറ്റോമിക്. ഇത് ഒരൊറ്റ ആറ്റമുള്ള അലുമിനിയം മാത്രം. അതുകൊണ്ട് നമ്മൾ മോണോ അറ്റോമിക് എന്ന് പറയും. മോണോ അറ്റോമിക്. ക്ലിയർ? അപ്പൊ നമുക്കൊരു കെമിക്കൽ ഫോർമുല കിട്ടുമ്പോൾ അതിനകത്ത് ആദ്യം കിടക്കുന്ന ആള് എന്താണ്? മോണോ അറ്റോമിക്. ചിലപ്പോഴാവാം, ചിലപ്പോൾ അല്ലാതിരിക്കാം. എനിവേ ആദ്യം എഴുതുന്ന ആൾ എന്താണ്? അലുമിനിയം ആണ് ഇവിടെ. അതെന്തായിരിക്കും? പോസിറ്റീവ് അയോൺ ആയിരിക്കും. രണ്ടാമത് സൾഫേറ്റ് എന്ന് പറയുന്ന ആള് എന്തായിരിക്കും? ഇയാള് നെഗറ്റീവ് അയോൺ ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ രണ്ട് അയോൺ ഉണ്ട് ഒരു പേരിൽ. ആദ്യം കിടക്കുന്ന ആള് എന്താണ്? അലുമിനിയം 3+. ഇതെന്താണ്? പോസിറ്റീവ് അയോൺ ആണ്. നമ്മൾ വിളിക്കുന്ന പേരാണ് കാറ്റയോൺ. സോ അലുമിനിയത്തിന്റെ ചാർജ് എത്രയാണ്? 3+. ഇതിന്റെ പേരെന്താണ്? കാറ്റയോൺ. ഈ പോസിറ്റീവ് ചാർജ് ഉള്ളവരെ വിളിക്കുന്ന പേരാണ് കാറ്റയോൺ. ഇനി SO4 2-. SO4ന്റെ ചാർജ് എത്രയാണ്? 2-. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആനയോൺ. എന്താണ്? ആനയോൺ. സോ ഇവിടെ അയോൺ എന്ന വാക്ക് രണ്ടിലുണ്ടല്ലേ. അയോൺ, കാറ്റയോൺ, എന്താണ്? ആനയോൺ. ആനയോൺ മീൻസ് നെഗറ്റീവ് അയോൺ. Cation means positive. Ca, positive cation. കണ്ടോ? ക്ലിയർ? ഒരു പേരിൽ ആദ്യം കിടക്കുന്ന ആള് കാറ്റയോണും രണ്ടാമത് കിടക്കുന്ന ആള് ആനയോണും ആയിരിക്കും. മനസ്സിലായോ? ഇപ്പൊ നമ്മുടെ മനസ്സിലൊരു ചോദ്യമുണ്ട്. എന്താണെന്നറിയാമോ? സാർ, എങ്ങനെയാണ് അലുമിനിയത്തിന് മീതെ ഈ 3+ ചാർജും സൾഫേറ്റിന് മീതെ ഈ 2- ചാർജും വന്നത്? സാർ, എങ്ങനെയാണ് ഈ ഫോർമുല എഴുതിയത്? എഴുതുന്നത് വളരെ സിമ്പിൾ ആണ്. ആദ്യം നിങ്ങൾ കാറ്റയോൺ എഴുതുക. കാറ്റയോൺ എഴുതി അതിനുശേഷം ആ കാറ്റയോണിന്റെ മീതെയുള്ള ചിഹ്നം, അതായത് അതിന്റെ ചാർജ് എഴുതുക. അതിനുശേഷം സൾഫേറ്റ് എഴുതുക. സൾഫേറ്റ് ഒരു ഗ്രൂപ്പാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനൊരു ബ്രാക്കറ്റിനകത്ത് ഇടണം. ഓക്കെ, എന്നിട്ട് സൾഫേറ്റിന്റെ ചാർജും എഴുതുക. മനസ്സിലായോ? ഇനി എന്താ ചെയ്യേണ്ടത്? ഈ ചാർജ് അടുത്ത സ്റ്റെപ്പിലെ അലുമിനിയം സൾഫേറ്റിന് എഴുതിയതിനു ശേഷം അടുത്ത സ്റ്റെപ്പിലെ ഈ ചാർജ് സൾഫേറ്റിന്റെ താഴേക്ക് കൊടുക്കുക. അപ്പൊ എന്താണ്? 3. മനസ്സിലായോ? അതുപോലെ ഈ ചാർജ് അലുമിനിയത്തിന്റെ താഴേക്ക് കൊടുക്കുക. അപ്പൊ എന്താണ്? 2. Al2
SO4 thrice. വെരി സിമ്പിൾ. അലുമിനിയത്തിന്റെ ചാർജ് എത്രയാണോ അത് അലുമിനിയത്തിന്റെ മീതെ എഴുതുക. സൾഫേറ്റ് ഗ്രൂപ്പിന്റെ ചാർജ് എത്രയാണ് 2, അത് സൾഫേറ്റിന്റെ മീതെ എഴുതുക. അതിനുശേഷം സൾഫേറ്റിന്റെ ചാർജ് അലുമിനിയത്തിന് താഴേക്ക് കൊടുക്കുക, അലുമിനിയത്തിന്റെ ചാർജ് സൾഫേറ്റിന്റെ താഴേക്ക് കൊടുക്കുക. പക്ഷെ ഇപ്പൊ ഇവിടെ പ്രശ്നം അയോൺ എന്താണെന്ന് നമുക്കറിയാൻ ചിലപ്പോൾ അറിയില്ലായിരിക്കാം, ഈ ചാർജുകൾ എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്നും അറിയില്ലായിരിക്കാം. അപ്പോൾ നമുക്ക് തുടർന്ന് ഇപ്പോൾ തന്നെ അതിനെക്കുറിച്ച് പഠിക്കാം. ഓക്കെ, ആദ്യം നമുക്ക് നമ്മുടെ അയോൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ആൻ അയോൺ? സാൾട്ട്, നിങ്ങളുടെ വീട്ടിലുള്ള ഒരു സാധനമാണ് സാൾട്ട്, ഉപ്പ്. ഇതിന്റെ പേരെന്താണ്? സോഡിയം ക്ലോറൈഡ് അല്ലേ? ഈ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ അതിന്റെ രാസവാക്യം ഇങ്ങനെയാണ്, സോഡിയം NaCl, സോഡിയം ക്ലോറൈഡ്. ഓക്കെ, ഇതെങ്ങനെ ഉണ്ടായെന്ന് നമുക്ക് നോക്കാം. സോഡിയം അറ്റോമിക് നമ്പർ 11, അതതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നിങ്ങൾക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ അറിയാമെന്ന ബേസിസിലാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, 281. അപ്പോൾ അതിനകത്ത് പോസിറ്റീവ് ചാർജുകളുടെ എണ്ണമാണല്ലോ അറ്റോമിക് നമ്പർ, അതായത് പ്രോട്ടോണുകളുടെ എണ്ണം, ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോണുകളുടെ എണ്ണം. അത് എത്ര ഉണ്ട്? 11. എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും തന്നെ നെഗറ്റീവ് ചാർജ് ഉണ്ട്. സോ നെഗറ്റീവ് ചാർജിന്റെ എണ്ണവും 11. സോ ടോട്ടൽ 11 പോസിറ്റീവ് ചാർജും 11 നെഗറ്റീവ് ചാർജ്. അപ്പോൾ രണ്ടും കൂടി കൂട്ടുമ്പോൾ എന്താണ്? ന്യൂട്രൽ. നമ്മൾ എന്ത് വിളിക്കും? ന്യൂട്രൽ. സോ സോഡിയം എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ തന്റെ കയ്യിലുള്ള അവസാനത്തെ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യും? ആർക്കെങ്കിലും കൊടുക്കും. എന്തിനാ അങ്ങനെ ചെയ്യണത്? അപ്പോൾ ലാസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആവും. അങ്ങനെ സോഡിയം സ്റ്റെബിലിറ്റി കൈവരിക്കും. അങ്ങനെ ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ട സോഡിയത്തിന്റെ കഥ നമുക്ക് എഴുതി നോക്കാം. സോഡിയത്തിന്റെ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. അപ്പൊ എന്ത് സംഭവിക്കും? പോസിറ്റീവ് ചാർജ് അഗെയിൻ 11, കാരണം പോസിറ്റീവ് ചാർജ് ന്യൂക്ലിയസിനകത്താണ് പ്രോട്ടോൺ, അതുകൊണ്ട് അത് നഷ്ടപ്പെടില്ല. പിന്നെ നെഗറ്റീവ് ചാർജ് ഇപ്പൊ എത്ര ഉള്ളൂ? ഒരെണ്ണം നഷ്ടപ്പെട്ടു, 10. അപ്പൊ രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ +11 -10 കൂട്ടിക്കഴിഞ്ഞാൽ +1 കണ്ടോ? അപ്പോൾ ഒരു പ്രത്യേക +1 ചാർജ് ആർക്ക് കിട്ടി? സോഡിയത്തിന് കിട്ടി. അപ്പൊ സോഡിയത്തിന്റെ മീതെ നമ്മൾ എന്ത് എഴുതും? സോഡിയം ഈസ് +1. കണ്ടോ? അങ്ങനെയാണ് ഒരു ആറ്റത്തിന് എന്ത് കിട്ടുന്നത്? ചാർജ് കിട്ടുന്നത്. അങ്ങനെ ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ കിട്ടുന്ന ചാർജ് എന്തായിരിക്കും? പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അങ്ങനെയുള്ള ചാർജുള്ള ആറ്റങ്ങളെ നമ്മൾ എന്ത് വിളിക്കും? അയോൺ. ചാർജുള്ള ആറ്റങ്ങൾ എന്ത് വിളിക്കും? അയോൺ. അത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? പോസിറ്റീവ് എന്നുള്ള അർത്ഥത്തിൽ എന്താണ്? കാറ്റയോൺ. മനസ്സിലായോ? ക്ലിയർ? സിമിലാർലി സോഡിയം ക്ലോറൈഡിലെ രണ്ടാമത്തെ ആളാണ് ആര്? ക്ലോറിൻ. ഓക്കെ, ക്ലോറിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 17. ക്ലോറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 2, 8, 7. മനസ്സിലായോ? ഇവിടെ ക്ലോറിന്റെ പോസിറ്റീവ് ചാർജുകളുടെ എണ്ണം, പ്രോട്ടോണുകളുടെ എണ്ണം 17, അറ്റോമിക് നമ്പർ 17 ആണ്. നെഗറ്റീവ് ചാർജിന്റെ എണ്ണം അതും 17. ഓക്കെ, then കൂട്ടുമ്പോൾ 0, ന്യൂട്രൽ ആണ്. ക്ലോറിൻ മാത്രമായിട്ട് എടുത്താൽ ന്യൂട്രൽ ആണ്. എന്നാൽ ക്ലോറിൻ എന്ത് ചെയ്യും? നേരത്തെ സോഡിയം തന്ന 1 ഇലക്ട്രോൺ ആര് അക്സെപ്റ്റ് ചെയ്യും? ക്ലോറിൻ അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ ക്ലോറിനിലേക്ക് എന്ത് വരെയാണ്? 1 ഇലക്ട്രോൺ എക്സ്ട്രാ ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് വരെ. അപ്പൊ 7 എന്നുള്ളത് എന്തായിട്ട് മാറും? 8 ആയിട്ട് മാറും. ഓക്കെ, അപ്പോഴുള്ള സിറ്റുവേഷൻ നമുക്ക് നോക്കാം. പോസിറ്റീവ് ചാർജിന്റെ എണ്ണം അതിനകത്ത് വ്യത്യാസമില്ല. അതെന്താണ്? പ്രോട്ടോണുകളുടെ എണ്ണമാണ്, ന്യൂക്ലിയസിനകത്തല്ലേ, അത് 17. പക്ഷെ നെഗറ്റീവ് ചാർജിന് വ്യത്യാസം വന്നു. കാരണം മുമ്പ് 17 ഉണ്ടായിരുന്നു, ഇപ്പൊ എന്താണ്? 1 ഇലക്ട്രോൺ കൂടി വന്നു. അപ്പൊ 17 + 1 എത്രയാണ്? 18. ഓക്കെ, അപ്പൊ 18 നെഗറ്റീവ് ചാർജും 17 എന്താണ്? പോസിറ്റീവ് ചാർജും കൂട്ടുമ്പോൾ 1 നെഗറ്റീവ് ചാർജ് കൂടുതൽ വന്നു. അപ്പോൾ ആ ക്ലോറിന്റെ മീതെ നമ്മൾ എന്ത് ചെയ്യും? 1 നെഗറ്റീവ് ചാർജ് എക്സ്ട്രാ കാണിക്കും. ഇപ്പോൾ ക്ലോറിൻ എന്ന് പറയുന്ന ഈ ചാർജുള്ള ആറ്റത്തിന് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? അയോൺ. എന്താണ്? അയോൺ. അത് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കും? നെഗറ്റീവ് ആനയോൺ. ഉണ്ടോ? എന്താണ്? ആനയോൺ. ക്ലിയർ? അപ്പൊ നമുക്ക് സോഡിയം ക്ലോറൈഡിന്റെ ഫോർമുല എഴുതണം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് എഴുതണം? സോഡിയം എഴുതണം, അതിന്റെ ചാർജ് മുകളിൽ എഴുതണം +1. ദെൻ ക്ലോറിൻ എഴുതണം, അതിന്റെ ചാർജ് മുകളിൽ എഴുതണം -1. ഈ രണ്ട് ചാർജും കൂട്ടുമ്പോൾ എന്ത് കിട്ടണം? 0 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഈ ഫോർമുല ശരിയാണ്. അല്ലെങ്കിൽ നമ്മൾ നോക്കൂ, ഇവിടെ എന്താണ്? നമ്മൾ ബാലൻസിങ് ചെയ്യും.
സോഡിയം എന്താണ് ക്ലോറിൻ കണ്ടോ. ഇതൊരു ത്രാസാണെന്ന് വിചാരിക്കും, ത്രാസ്. അപ്പം എന്താണ് സോഡിയം +1 ക്ലോറിൻ -1 ബാലൻസ്ഡ്. ഇറ്റ് ഈസ് ബാലൻസ്ഡ്, ബാലൻസ്ഡ് ഉണ്ടോ, ബാലൻസ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്താണ് ബാലൻസിങ് ആക്കണം. അപ്പോൾ ബാലൻസിങ് ആണെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ എഴുതിയാൽ മതി. കണ്ടോ സോഡിയം +1 ക്ലോറിൻ -1 രണ്ടുപേർക്കും 1 വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്താണ് NaCl എന്ന് മാത്രം എഴുതിയാൽ മതി. ഇനി നമ്മൾ നേരത്തെ ആദ്യം പഠിപ്പിച്ച മെത്തേഡ് അനുസരിച്ച് ആണെങ്കിലോ സോഡിയത്തിന്റെ മീതെ 1 എഴുതുക, ക്ലോറിന്റെ മീതെ എന്താണ് 1 എഴുതുക. ഈ 1 അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം, ഈ 1 ക്ലോറിന്റെ താഴെ കൊടുക്കുക, 1 ഈ 1 എന്താണ് സോഡിയത്തിന് താഴെ കൊടുക്കുക. 1 ആണെങ്കിൽ നമ്മൾ എഴുതണ്ട, 1 അണ്ടർസ്റ്റുഡ് ആണ്. നമ്മൾ ഒന്നും എഴുതിയതിന്റെ അർത്ഥം എന്താ 1 എന്നാണ്. നമ്മൾ NaCl എന്ന് പറഞ്ഞിട്ട് എന്താണ് എഴുതുക. ഓക്കെ. അപ്പോൾ ഒരു നെയിമിങ്ങിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം, പോസിറ്റീവ് അയോൺ, ദെൻ എന്താണ് നെഗറ്റീവ് അയോൺ. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. സോ വാട്ട് ഈസ് ആൻ അയോൺ? An ion is an atom or molecule in which the total number of electrons is not equal to the total number of protons, giving the atom net positive or negative electrical charge. So കൂട്ടുകാരെ, ലിസ്റ്റ് ഓഫ് കോമൺ അയോൺസ്, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അയോണുകൾ ഏതൊക്കെയാണ്, അവയുടെ ചാർജ് എത്രയാണെന്ന് നമ്മൾ പഠിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ തരുന്ന ടേബിൾ നിങ്ങൾ ഒന്ന് ഈ വീഡിയോ പോസ് ചെയ്ത് ഒന്ന് വായിച്ച് പഠിക്കുകയോ എഴുതിയെടുക്കുകയോ ചെയ്തതിന് ശേഷം മനഃപ്പാഠമാക്കണം. എന്നാലാണ് നമുക്ക് മുന്നോട്ട് ഫോർമുലാസ് ഒക്കെ എഴുതാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതിനകത്ത് മോണോ അറ്റോമിക് കാറ്റയോൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മോണോ അറ്റോമിക് കാറ്റയോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +1 ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന +1 ചാർജ് ഉള്ളത് ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, സിൽവർ. Then +2 മഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോണീഷ്യം, ബേരിയം, സിങ്ക്, കാഡ്മിയം. 3+ ചാർജ് ഉള്ളത് അലുമിനിയം, ബിസ്മിത്ത്. ഓക്കെ. അപ്പോൾ ഇത്ര നിങ്ങൾ പഠിക്കണം. മോണോ അറ്റോമിക് ഒരു ആറ്റം മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ക്ലിയർ. കാറ്റയോൺ മീൻസ് പോസിറ്റീവ്. ഓക്കെ. കാറ്റയോൺസ് മീൻസ് എന്താണ്, പോസിറ്റീവ് അയോൺ. ഇതാണ് ഒരു പേരിന്റെ ആദ്യം വരുന്നത്, പോസിറ്റീവ് അയോൺ. ക്ലിയർ. കാറ്റയോൺ. ഇനി നമുക്ക് ആനയോൺ നോക്കാം, നെഗറ്റീവ് അയോൺ. ഇതൊക്കെയാണ് മോണോ അറ്റോമിക് ആനയോൺ. ഒന്ന് ഹൈഡ്രൈഡ് H-, ഫ്ലൂറൈഡ് F-, ക്ലോറൈഡ് Cl-, Br- ബ്രോമൈഡ്, അയഡൈഡ്. ഇതൊക്കെ എന്താണ് 1-. ഇനി 2- വരുന്നത് ഓക്സൈഡ്, സൾഫൈഡ്. 3- വരുന്നത് നൈട്രൈഡ്, ശ്രദ്ധിക്കണം, IDE, നൈട്രൈഡ്. പിന്നെന്താണ് ഫോസ്ഫൈഡ്, IDE. 4- വരുന്നത് കാർബൈഡ്. ക്ലിയർ. പോളി അറ്റോമിക്. പോളി അറ്റോമിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നിൽ കൂടുതൽ ആറ്റങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ SO4. ഇത് നമ്മൾ S വേറെ O4 അങ്ങനെ പറയാൻ പാടില്ല, ഇറ്റ് ഈസ് റോങ്. SO4 നമ്മൾ എന്താണ് ഒരു ഗ്രൂപ്പാണ്, അതിന്റെ ചാർജ് 2-. പോളി അറ്റോമിക്സ് യൂഷ്വലി നെഗറ്റീവ് അയോൺസ്. എല്ലാവരും നെഗറ്റീവ് അയോൺസ് ആണ്. 2 പേർ മാത്രമാണ്, ഓൺലി 2% മാത്രമാണ് പോസിറ്റീവ്. 2 മാത്രം പോസിറ്റീവ്. ബാക്കി ഓൾ എന്താണ് മെജോറിറ്റി ഓൾ ഓഫ് എന്താണ് നെഗറ്റീവ് അയോൺസ്. നമുക്ക് നോക്കാം. ആദ്യം നോക്കൂ, പോളി അറ്റോമിക് കാറ്റയോൺസ്. കാറ്റയോൺസ് മീൻസ് പോസിറ്റീവ്. 2 പേരുള്ളൂ. ഒന്ന് അമോണിയവും ഹൈഡ്രോണിയവും. അമോണിയം പോസിറ്റീവ് +1 കണ്ടോ. ഇനി പോളി അറ്റോമിക് ആനയോൺസ്. ആനയോൺസിൽ ഹൈഡ്രോക്സൈഡ് OH-, സയനൈഡ് CN-, പെറോക്സൈഡ് O2-2-, കാർബണേറ്റ്, ഓക്സലേറ്റ്, നൈട്രേറ്റ്, ഫോസ്ഫൈറ്റ് 3. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ITEയും ATEയും. ITEയിൽ അവസാനിക്കുന്നതും ATEയിൽ അവസാനിക്കുന്നതും. ഇവിടെ ഓക്സിജൻ ലെസ് നമ്പർ ഓഫ് ഓക്സിജൻ. ഇവിടെ ഓക്സിജന്റെ എണ്ണം എന്താണ് ഗ്രേറ്റർ നമ്പർ ഓഫ് എന്താണ് ഓക്സിജൻ. നോക്കൂ നിങ്ങൾ,
PO3 ഫോസ്ഫൈറ്റിൽ 3 ഓക്സിജൻ, ഫോസ്ഫേറ്റിൽ 4 ഓക്സിജൻ. അതുപോലെ സൾഫൈറ്റിൽ 3 ഓക്സിജൻ, സൾഫേറ്റിൽ 4 ഓക്സിജൻ. ചാർജാണ് നമ്മൾ പഠിക്കേണ്ടത്. 2-, സൾഫേറ്റിന്റെ ചാർജ് 2-. തയോസൾഫേറ്റ്, ഹൈപ്പോക്ലോറൈറ്റ്, ക്ലോറൈറ്റ്, ക്ലോറേറ്റ്, പെർക്ലോറേറ്റ്. തീർന്നില്ല. ഇവിടെ അസറ്റേറ്റ്, ആഴ്സനേറ്റ്, ബോറേറ്റ്, സിലിക്കേറ്റ്, പെർമാഗ്നേറ്റ്, ക്രോമേറ്റ്, ഡൈക്രോമേറ്റ്, ഫോർമേറ്റ്, ഹൈഡ്രജൻ കാർബണേറ്റ്. ഇതൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈഡ്രജൻ സൾഫേറ്റ് ഒരു ബൈസൾഫേറ്റ്, ഹൈഡ്രജൻ സൾഫേറ്റ് ഒരു ബൈസൾഫേറ്റ്, ഹൈഡ്രജൻ ഫോസ്ഫേറ്റ്, ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റ്. ഇതിനകത്ത് എല്ലാം ഒന്നും നമുക്ക് എല്ലാ കുട്ടികൾക്കും ഓർത്തിരിക്കാൻ പറ്റിയെന്ന് വരില്ല. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ചിലർ, അതായത് അമോണിയം അത് ഓർക്കണം, ഹൈഡ്രോക്സൈഡ് ഓർക്കണം, കാർബണേറ്റ് ഓർക്കണം, നൈട്രേറ്റ് ഓർക്കണം, ഫോസ്ഫേറ്റ് ഓർക്കണം, സൾഫേറ്റ്, പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടത് നിങ്ങളുടെ ഇത് ഹൈഡ്രജൻ കാർബണേറ്റ്, HSO4. ഇതൊക്കെ നിങ്ങൾ പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട ചില ഫോസ്ഫേറ്റ്. ഇതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. മിനിമം SSLC ലെവലിൽ ഇതെങ്കിലും ഓർത്തിരിക്കണം. ഇനി ചിലർക്ക് ഒന്നിൽ കൂടുതൽ എന്താ പറയുക ചാർജ് ഉണ്ടാവും. ഇപ്പം ഇവിടെ ഇതിന് 2- മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ OH എന്താണ് -1 മാത്രമേ ഉള്ളൂ. എന്നാൽ ചിലർ അങ്ങനെയല്ല. D ബ്ലോക്കിൽ പെടുന്ന ചിലർ കണ്ടോ, മെറ്റൽസ് വിത്ത് മോർ ദാൻ 1 അയോൺ, ഒന്നിൽ കൂടുതൽ അയോണുള്ളത്. ഫോർ എക്സാമ്പിൾ ക്രോമിയം 2+ ഉണ്ട്, 3+. ഒരേ സമയം ക്രോമിന് എത്ര 2+, പിന്നെന്താണ് 3+. കണ്ടോ, ഈ 2+ ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് ക്രോമസ്. 3+ ആണെങ്കിൽ എന്ത് വിളിക്കും? 3+ ആണെങ്കിൽ ക്രോമിക്. സിമിലർലി കൊബാൾട്ട്, കൊബാൾട്ടസ്, കൊബാൾട്ടിക്. കോപ്പർ നമ്മൾ നോട്ട് ചെയ്യണ NB. കോപ്പർ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്, +2. കണ്ടോ, 2 2 ചാർജ് ഉണ്ട്. +1 ആണെങ്കിൽ കോപ്രസ്, +2 ആണെങ്കിൽ കൊപ്രിക്. മനസ്സിലായോ? അതുപോലെ അയൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അയൺ എന്താണ്? Fe2+, Fe3+. എന്താണ്? ഫെറസ് 2+ ആണെങ്കിൽ ഫെറസ്, 3+ ആണെങ്കിൽ എന്താണ്? ഫെറിക്. അതുപോലെ എന്താണ്? ലെഡ്, മാഗ്നീസ്, മെർക്കുറി, ടിൻ. ഇതൊക്കെ നിങ്ങൾ നോക്കുക. ഓക്കെ സാർ, ഇതൊക്കെ എങ്ങനെ ഓർത്തിരിക്കും സാർ? അതിന് വേറൊരു മാർഗമുണ്ട്. ഇതേപോലെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് പ്രധാനപ്പെട്ട ഇത്ര ആൾക്കാർ, ഹൈഡ്രജൻ, സോഡിയം, സിൽവർ, പൊട്ടാസ്യം, ലിഥിയം, അമോണിയം, ബേരിയം, കാൽസ്യം, കോപ്പർ, മഗ്നീഷ്യം, സിംഗിൾ അയൺ, അലുമിനിയം, അത്രയും കാറ്റയോൺസും, നെഗറ്റീവ് അയോൺസ് ക്ലോറൈഡ്, ബ്രോമൈഡ്, ഫ്ലൂറൈഡ്, അയോഡൈഡ്, ഹൈഡ്രോക്സൈഡ്, നൈട്രേറ്റ്, ഓക്സൈഡ്, സൾഫൈഡ്, സൾഫേറ്റ്, കാർബണേറ്റ്, ഹൈഡ്രജൻ കാർബണേറ്റ്. ഇത്രയും ആനയോൺസ് എങ്കിലും നിങ്ങൾ മിനിമം പഠിച്ചിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ പോളി അറ്റോമിക് ആയിട്ട് ഇത്രയെങ്കിലും പഠിക്കണം. എന്തൊക്കെയാണ്? സൾഫേറ്റ്, കാർബണേറ്റ്, ക്രോമേറ്റ്, നൈട്രേറ്റ്, ഹൈഡ്രോക്സൈഡ്, സയനൈഡ്, ക്ലോറൈഡ്, ഹൈഡ്രജൻ കാർബണേറ്റ്, ഫോസ്ഫേറ്റ്, അമോണിയം. ഇത്രയും ആളുകളുടെ ഫോർമുലയും ഇത്രയും ചാർജും നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഓക്കെ, ഇനി മറ്റൊരു മാർഗം പീരിയോഡിക് ടേബിളിൽ നിന്ന് നമുക്ക് പഠിക്കാം. പീരിയോഡിക് ടേബിളിൽ നോക്കിയാൽ ഒന്നാമത്തെ ഗ്രൂപ്പിൽ വരുന്ന എല്ലാവരും +1 ആണ്. കണ്ടോ, രണ്ടാമത്തെ ഗ്രൂപ്പിൽ എല്ലാവരും എന്താണ്? +2. അപ്പോൾ അതങ്ങനെ പഠിക്കാം വളരെ ക്ലിയർ ആയിട്ട്. മൂന്നാമത്തെ ഗ്രൂപ്പിൽ വരുന്നത് എന്താണ്? +3. ഓക്കെ, നാലാമത്തെ ഗ്രൂപ്പിലോ +4. ഒരെണ്ണോ +2. ഓക്കെ, അപ്പോൾ +1, +2, +3, ഇവിടെ +4ഉം പിന്നെന്താണ്? +2 ഉണ്ട്. ഇനി നമുക്ക് ഇങ്ങോട്ട് വരാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ ലാസ്റ്റ് ഈ ഗ്രൂപ്പിൽ എന്താണ്? +2 കാഡ്മിയം അല്ല. ഇവിടെ വരുമ്പോൾ കോപ്പറിൽ പിന്നെ +2 ഉണ്ട്, +1 ഉണ്ട്, +2 ഉണ്ട്. ഇപ്പുറത്തോട്ട് 2 ഇങ്ങനെ ഇവരെ മാത്രം പീരിയോഡിക് ടേബിൾ ബാക്കി എല്ലാ എലമെന്റ്സിനും നമ്മൾ കളഞ്ഞിട്ട് ഇവരെ മാത്രം നിങ്ങൾ ചാർജ് ചെയ്തിട്ടിട്ട് ഒരു പീരിയോഡിക് ടേബിൾ മനസ്സിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും. ഇവിടെ ഈ ഒരു സ്റ്റെപ്പ് കൊടുത്തേക്കണോ? ഈ സ്റ്റെപ്പിന്റെ അപ്പുറമുള്ളവരൊക്കെ എന്താണ്? ഇവരൊക്കെ എന്താണ്? ആനയോൺ, നെഗറ്റീവ് അയോൺസ് ആയിരിക്കും. 3-3. ഇനി ഇതൊന്നും നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ലെങ്കിൽ സപ്പോസ് ഇപ്പൊ നൈട്രജന്റെ കണ്ടുപിടിക്കണം. ഇപ്പൊ നൈട്രജന്റെ അറ്റോമിക് നമ്പർ എഴുതുക 7. എന്നിട്ട് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കുക. 2 5. അപ്പൊ ഇനി നൈട്രജന് എത്ര ഇലക്ട്രോൺ വേണം? 3 ഇലക്ട്രോൺ വേണം. 8 3 ഇലക്ട്രോൺ വേണം. നൈട്രജന്റെ വാലൻസി 3. കണ്ടോ, ചാർജ് എന്ന് പറയുന്നത് എന്താണ്? വാലൻസിയാണ്. എത്ര ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു അല്ലെങ്കിൽ എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു, അതാണ് എന്ത്?
ചാർജ്. ഇപ്പോൾ മഗ്നീഷ്യത്തിന്റെ ചാർജ് ഉണ്ട്. ഇപ്പോൾ മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 12 ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 2 8 2. മഗ്നീഷ്യം ലോസസ് ദീസ് 2 ഇലക്ട്രോൺസ്. അപ്പോൾ എന്താണ് മഗ്നീഷ്യത്തിന്റെ ചാർജ്? 2+. മനസ്സിലായോ? അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചാർജ്. ഇപ്പോൾ ഫ്ലൂറിൻ എന്താണ്? അറ്റോമിക് നമ്പർ 9. ദിസ് ഈസ് ഈക്വൽ ടു 2 7. അപ്പോൾ ഫ്ലൂറിന് എന്ത് വേണം? ഒരു ഇലക്ട്രോൺ വേണം. 1 ഇലക്ട്രോൺ ഫ്ലൂറിന് വേണം. അപ്പോൾ എന്ത് ചാർജ് വരും? -1 ചാർജ് വരും. അങ്ങനെ ഫ്ലൂറിൻ വന്നു. ഇവിടെ എല്ലാവരും -1 ആണ്. ഓക്കെ, ഇവിടെ എല്ലാവരും എന്താണ്? -2 ആണ്. ഇവിടെയോ? ഇവിടെ എല്ലാവരും -3 ആണ്. മനസ്സിലായോ? പിന്നെ ഈ സ്റ്റെപ്പ് നമുക്ക് ഓർത്തിരിക്കുകയാണെങ്കിൽ ഇപ്പുറത്തുള്ളവരൊക്കെ എന്താണ്? നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെ കുറച്ച് ഓർത്തിരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ഓക്കെ, നമുക്കിനി ചില എക്സാമ്പിളിലൂടെ പഠിക്കാം. നമ്മൾ ഒത്തിരി എക്സാമ്പിൾ പറയുന്നുണ്ട്. എല്ലാം നിങ്ങൾ ശ്രദ്ധയോടെ ക്ഷമയോടെ കേട്ട് പഠിക്കുക. ഓക്കെ, ആദ്യം നമുക്ക് മഗ്നീഷ്യം ക്ലോറൈഡ് എങ്ങനെ എഴുതാം നോക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു മഗ്നീഷ്യം ക്ലോറൈഡ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്തൊക്കെ വരും? മഗ്നീഷ്യം ഒരു കാറ്റയോൺ ആണ്. ക്ലോറൈഡ് എന്താണ്? ഒരു ആനയോൺ ആണ്. അപ്പോൾ മഗ്നീഷ്യം എന്ന് പറയുന്ന Mg ആ കാറ്റയോൺ, അതിന്റെ ചാർജ് 2+ ആണ്. അത് മുകളിൽ എഴുതണം. ശേഷം ക്ലോറിൻ അതിന്റെ ചാർജ് എത്രയാണ്? -1. ഇപ്പൊ ഈ ചാർജ് ബാലൻസ് ആണോ? അല്ല, അല്ലേ? അപ്പോൾ ഒരു ക്ലോറിനും കൂടി ഉണ്ടെങ്കിൽ ഉണ്ടോ? ഒരു ക്ലോറിനും കൂടി ഉണ്ടെങ്കിൽ എന്താണ്? ഇത് ബാലൻസ് ആയി. അപ്പോൾ ഉത്തരം എന്ത് വരും? മഗ്നീഷ്യം ഒരെണ്ണം, ക്ലോറിൻ 2 എണ്ണം. അങ്ങനെയാണ് കണ്ടോ? -1ഉം -1ഉം ചേർന്നപ്പോൾ എത്രയായി? -2. കണ്ടോ? അപ്പൊ 2 ക്ലോറിനും ഒരു മഗ്നീഷ്യവും ചേർന്ന മഗ്നീഷ്യം ക്ലോറൈഡ് എന്നാണ് ഉത്തരം. ഇത് പക്ഷെ നമ്മൾ എഴുതുന്നത് എങ്ങനെയാ? നമ്മൾ കണ്ടുപിടിക്കുന്നത് മഗ്നീഷ്യത്തിന്റെ മീതെ മഗ്നീഷ്യത്തിന്റെ ചാർജ് എഴുതുന്നു, ക്ലോറിന്റെ മീതെ ക്ലോറിന്റെ ചാർജ് എഴുതുന്നു. ജസ്റ്റ് പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും എഴുതാണ്ട് സംഖ്യ മാത്രം എഴുതും. അതിനുശേഷം 2 ക്ലോറിന്റെ താഴെ കൊടുക്കുന്നു. അപ്പൊ നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് മഗ്നീഷ്യം ക്ലോറൈഡിന്റെ താഴെ 2 വരും. ദെൻ ഈ 1 മഗ്നീഷ്യന്റെ താഴെ കൊടുക്കും. സോ മഗ്നീഷ്യം താഴെ 1 വരും. 1 നമ്മൾ എഴുതണ്ട. ഓക്കെ, സോ ദിസ് ഈസ് ദ ആൻസർ. അപ്പോൾ ദിസ് ഈസ് മഗ്നീഷ്യം ക്ലോറൈഡ്. മഗ്നീഷ്യം ക്ലോറൈഡ് എഴുതുമ്പോൾ എന്തൊക്കെ വേണമെന്നാണ് പറഞ്ഞത് സാറ്? മഗ്നീഷ്യത്തിന്റെ വാലൻസ് ആണ് Mg. കണ്ടോ? Mg2+, Mg2 കണ്ടോ? അപ്പൊ നമ്മളിവിടെ എഴുതാം മഗ്നീഷ്യം 2. ദെൻ ക്ലോറിൻ എവിടെ? ക്ലോറിൻ എത്രയാണ്? ഇവിടെ ഉള്ളവരെല്ലാവരും -1 ആണ്. അപ്പൊ ക്ലോറിൻ എത്രയാണ്? 1. ദെൻ ഇന്റർചേഞ്ച് ചെയ്യുക. ഇന്റർചേഞ്ച് ദ പവേഴ്സ്. സോ മഗ്നീഷ്യം താഴെ 1, ക്ലോറിന്റെ താഴെ എത്രയാണ്? 2. ഈ 1 നമ്മൾ എഴുതില്ല. അപ്പൊ എന്താണ് ആൻസർ? MgCl2. ക്ലിയർ? മനസ്സിലായോ? MgCl2. അടുത്ത എക്സാമ്പിൾ നോക്കാം. പൊട്ടാസ്യം ക്ലോറൈഡ്. ദിസ് ഈസ് പൊട്ടാസ്യം ക്ലോറൈഡ്. നമുക്ക് പീരിയോഡിക് ടേബിൾ നോക്കാം. പൊട്ടാസ്യം എവിടെയാണ് കിടക്കുന്നത്? പൊട്ടാസ്യം ഇവിടെയാണ് കിടക്കുന്നത്. ചാർജ് എത്രയാണ്? +1. സോ പൊട്ടാസ്യം +1. ഓക്കെ, ഇനി ക്ലോറിൻ. അടുത്തവരാണ് ക്ലോറൈഡ്. ക്ലോറിൻ ആണ്. ക്ലോറിൻ എത്രയാണ്? -1. കണ്ടോ? ഇവർ ഓൾറെഡി ബാലൻസ്ഡ് അല്ലേ? ഇവിടെ 1 ഉണ്ട്, അവിടെയും 1 ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വെറുതെ ആണ് എഴുതിയാൽ മതി. പൊട്ടാസ്യം ക്ലോറൈഡ്. ക്ലിയർ? അടുത്ത എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്ത ഈ എക്സാമ്പിളിലൂടെ നമുക്ക് എന്തൊക്കെ സ്റ്റെപ്പുകളാണ് നമ്മൾ ചെയ്തതെന്ന് പരിശോധിച്ചിട്ട് പിന്നീടുള്ള എക്സാമ്പിളിലേക്ക് പോകാം. സ്റ്റെപ്സ്. ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്തു? പൊട്ടാസ്യം ക്ലോറൈഡ് ആണെങ്കിൽ പൊട്ടാസ്യം കാറ്റയോണും നമ്മൾ കണ്ടെത്തി. പിന്നെന്താണ്? ആനയോൺ ക്ലോറിനും കണ്ടെത്തി. കണ്ടോ? ഐഡന്റിഫൈ ദ സിമ്പിൾ. സപ്പോസ് പൊട്ടാസ്യം ക്ലോറൈഡ്, ദ സിമ്പിൾ K ആൻഡ് എന്താണ്? Cl. അപ്പൊ എന്താണ്? സിമ്പിൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. ദെൻ കാറ്റയോൺ ഐഡന്റിഫൈ ചെയ്യുക, ആനയോൺ ഐഡന്റിഫൈ ചെയ്യുക. ദെൻ ഐഡന്റിഫൈ ദ വാലൻസ് ഓർ ചാർജ് ഓഫ് ഈച്ച് സിമ്പിൾ ആൻഡ് പ്ലേസ് ഇറ്റ് ജസ്റ്റ് അബവ് ദ സിമ്പിൾ. നമ്മൾ എന്ത് ചെയ്യണം? വാലൻസ് അറിയണം. എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും അല്ലെങ്കിൽ എത്ര ഇലക്ട്രോണിനെ സ്വീകരിക്കും, അതാണ് വാലൻസ്. അത് തന്നെയാണ് ചാർജ്. അത് ആ സിമ്പിളിന്റെ മീതെ എഴുതണം. ഇപ്പൊ നമ്മൾ നേരത്തെ മഗ്നീഷ്യം ക്ലോറൈഡ് എഴുതിയപ്പോൾ Mgയുടെ മീതെ എന്ത് എഴുതി? 2 എന്ന് എഴുതി. കണ്ടോ? ഈ ചാർജ് എവിടെ എഴുതണം? സിമ്പിളിന്റെ ടോപ്പിൽ എഴുതണം. തേർഡ് സ്റ്റെപ്പ്, ബാലൻസ് ദ ടോട്ടൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് ഓൺ ദ കാറ്റയോൺ ആൻഡ് ആനയോൺ. അപ്പൊ എന്താണ്? ബാലൻസ് ചെയ്യണം. അതിനാണ് നമ്മൾ എന്ത് ചെയ്ത്? മഗ്നീഷ്യം അത് 2+ ഉണ്ട്. ക്ലോറിൻ എന്താണ്?
-1 ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ് -2 ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ക്ലോറിനെ കൂടി ആഡ് ചെയ്തു കണ്ടോ. അപ്പോൾ എന്താ ഇത് രണ്ടും കൂടി ചേർന്ന് -2 ആയി. അങ്ങനെയാണ് എന്ത് കിട്ടിയത് നമുക്ക് മഗ്നീഷ്യം ക്ലോറൈഡ് കിട്ടിയത്. ക്ലിയർ? അപ്പോൾ എന്താണ് ബാലൻസ് ദ ടോട്ടൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് ഓൺ ദി കാറ്റയോൺ ആൻഡ് ആനയോൺ. Clear? Once you have determined the number of units of cation and those become the subscript which are placed right after the respective symbol. ഇപ്പോൾ നമ്മൾ മഗ്നീഷ്യത്തിന്റെ താഴെ എന്താണ് 1 എഴുതി, ക്ലോറിന്റെ താഴെ നമ്മൾ എന്ത് എഴുതി 2 എഴുതി കണ്ടോ. ഇതിനെയാണ് നമ്മൾ പറയുക സബ്സ്ക്രിപ്റ്റ് താഴെ എഴുതുക. മനസ്സിലായോ? ക്ലിയർ? നമുക്ക് ഇനി എക്സാമ്പിളിലൂടെ പഠിക്കാം. എല്ലാ എക്സാമ്പിളും നിങ്ങൾ ക്ഷമയോടെ കാണണം. അടുത്തത് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ദിസ് ഈസ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ കാൽസ്യം എവിടെ നോക്കണം. കാൽസ്യം എവിടെ ഇവിടെ കിടപ്പുണ്ട്. കാൽസ്യത്തിന്റെ എത്രയാണ് Ca2+. ഇനി എന്താണ് ഹൈഡ്രോക്സൈഡ് അറിയണമെങ്കിൽ എന്ത് വേണം? ഈ ടേബിൾ അറിയണം നമ്മൾ. ഈ ടേബിളിൽ നോക്കൂ, ഹൈഡ്രോക്സൈഡ് എവിടെ? അതാണ് നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ടേബിൾ. -1 കണ്ടോ. ഹൈഡ്രോക്സൈഡ് എന്താണ് -1. അപ്പോൾ നമുക്ക് എഴുതാം കാൽസ്യം 2+ഉം ഹൈഡ്രോക്സൈഡ് എന്താണ് -1. അപ്പോൾ ഇന്റർചേഞ്ച് ചെയ്യുക. ഇത് ഹൈഡ്രോക്സൈഡിന്റെ താഴെ കൊടുക്കുക, ഇത് കാൽസ്യത്തിന്റെ താഴെ കൊടുക്കുക. സോ കാൽസ്യത്തിന്റെ താഴെ 1 ആൻഡ് OH. അതിനെ നമ്മളൊരു ബ്രാക്കറ്റ് ഇടണം. ഒന്നിൽ കൂടുതൽ വരികയാണെങ്കിൽ ബ്രാക്കറ്റ് ഇടണം. അതിന്റെ താഴെ എന്താണ് ഒരു 2. ഒന്നാണെങ്കിൽ നമ്മൾ എഴുതരുത്. അപ്പൊ എന്താണ് കാൽസ്യം OH ടോയ്സ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ക്ലിയർ? മനസ്സിലായോ? ദിസ് ഈസ് ദ ആൻസർ, കാൽസ്യം ഹൈഡ്രോക്സൈഡ്. നെക്സ്റ്റ് അലുമിനിയം ക്ലോറൈഡ്. അപ്പൊ ഇവിടുത്തെ കാറ്റയോൺ ആരാ? കാറ്റയോൺ അലുമിനിയം. ദിസ് ഈസ് പോസിറ്റീവ് ആൻഡ് ക്ലോറൈഡ് എന്താണ് ആനയോൺ നെഗറ്റീവ്. അപ്പൊ നോക്കാം. അലുമിനിയം എവിടെ? അലുമിനിയം ദേ ഇവിടെ കിടപ്പുണ്ട്. അലുമിനിയം കണ്ടോ 3 ആണ്, 3+. സോ അലുമിനിയം 3+. അലുമിനിയം 3+. ഇനി എന്താ വേണ്ടത്? ക്ലോറൈഡ് എവിടെ? ഇതാണ് ക്ലോറൈഡ് എന്താണ്? ക്ലോറൈഡ് 1-. ഇതാണ് ഇന്റർചേഞ്ച് ചെയ്യുക. ഇത് ഇങ്ങോട്ട് കൊടുക്കുക, 1 ഇങ്ങോട്ട് താഴെ കൊടുക്കുക. അപ്പോൾ Alന്റെ താഴെ 1 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണ്ട? എഴുതണ്ട. ദെൻ ക്ലോറിന്റെ താഴെ 3, AlCl3. ക്ലിയർ? ഇസ് ദ ആൻസർ. മനസ്സിലായോ? നെക്സ്റ്റ് അമോണിയം സൾഫേറ്റ്. ഇതാണ് അമോണിയം സൾഫേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് 2 പേരുണ്ട്. ഒന്ന് കാറ്റയോൺ അമോണിയം, ആനയോൺ എന്താണ് സൾഫേറ്റ്. ഓക്കെ. അമോണിയം ഓർമ്മയുണ്ടോ? നോക്കൂ, ഇവിടെ നമുക്ക് പീരിയോഡിക് ടേബിളിൽ നോക്കിയാൽ there is no ammonium here. Ammonium here +1. എന്താണ് +1. ഇവിടെ ഫോസ്ഫേറ്റ് +3 എന്നിട്ട് തെറ്റാണ്, -3 ആണ് കേട്ടോ. അമോണിയം എന്താണ് +1. അപ്പൊ അമോണിയം എന്താണ് സിമ്പൽ? അമോണിയത്തിന്റെ NH4. ദെൻ സൾഫേറ്റ് എവിടെ നോക്കൂ? SO4. സൾഫേറ്റ് എത്രയാണ്? -2. എത്രയാണ്? -2. അപ്പൊ നമുക്ക് അമോണിയം സൾഫേറ്റ് എഴുതി നോക്കാം. അമോണിയം NH4+1. then sulfate SO4 -2. അപ്പോൾ ഇത് ഇങ്ങോട്ട് ഇന്റർചേഞ്ച് ചെയ്യാം. അപ്പോൾ NH4 ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അതിനുശേഷം 2 എഴുതുക. SO4ന്റെ താഴെ 1 ആണ് എഴുതേണ്ടത്, സോ 1 എഴുതണ്ട. ഓക്കെ. സോ ദിസ് ഈസ് ദ ആൻസർ. സോ ദ ആൻസർ ഈസ് NH4 twice SO4. Clear? Next, aluminum sulfate. ഇതാണ് അലുമിനിയം സൾഫേറ്റ്. അപ്പോൾ അലുമിനിയം അറിയണം. അലുമിനിയം ഇവിടെ കിടപ്പുണ്ട്. അലുമിനിയം 3+.
Al3 കണ്ടോ? ഇനി നമുക്ക് രണ്ട് സൾഫേറ്റ് ആണ്. സൾഫേറ്റ് ഇവിടെ നടക്കൂ. സൾഫേറ്റ് -2. സോ SO4 -2. ക്ലിയർ? ഇനി നമുക്ക് ഇത് ഇന്റർചേഞ്ച് ചെയ്യണം അല്ലേ? നമുക്ക് നോക്കാം. Al3 plus SO4 2 ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ 3 ഇങ്ങോട്ട് വരും, 2 എന്താണ് ഇങ്ങോട്ട് വരും. സോ Al2 SO4 thrice. Clear? മനസ്സിലായോ? So this is the answer. Al2 SO4 thrice. Next. Calcium nitrate. കാൽസ്യം നൈട്രേറ്റ് ഗ്രാനുവൽസ് ആയിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ കാൽസ്യം അറിയണം. കാൽസ്യം എവിടെയാണ് കാൽസ്യം കിടക്കുന്നത്? 2. സോ കാൽസ്യം 2+. ദെൻ എന്താണ്? നൈട്രേറ്റ്. അപ്പോൾ നമ്മൾ എന്തറിയണം? ടേബിൾ അറിയണം. ടേബിൾ നോക്കുക. നൈട്രേറ്റ് എവിടെ? നൈട്രേറ്റ് -1. സോ നൈട്രേറ്റ് NO3 എത്രയാണ്? -1. സോ ഇത് ബാലൻസ് ആണോ? അല്ല. ഒരു നൈട്രേറ്റും കൂടി വേണം അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. എന്താ ചെയ്യേണ്ടത്? കാൽസ്യം 2 നൈട്രേറ്റ് NO3 എത്രയാണ്? 1. ദെൻ ഇന്റർചേഞ്ച് ചെയ്യുക. ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ കാൽസ്യത്തിന്റെ താഴെ എന്താണ്? 1 വരും. നമ്മൾ 1 എഴുതില്ല. NO3 എന്ന് പറയുന്നതിന്റെ താഴെ എന്ത് വരും? 2 വരും. NO3 നമ്മൾ നല്ലൊരു ബ്രാക്കറ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് 2 ഇടണം. മനസ്സിലായോ? ക്ലിയർ? So the answer is CaNO3 twice. Next, sodium bicarbonate. Sodium bicarbonate. നോക്കാം. അപ്പോൾ സോഡിയം നിങ്ങൾക്ക് അറിയാം. വെരി സിമ്പിൾ അല്ലേ? സോഡിയം എന്താണ്? സോഡിയം Na. ബൈകാർബണേറ്റ് ആണ് അറിയേണ്ടത് തന്നെ. ഹൈഡ്രജൻ കാർബണേറ്റ്, അതാണ് ബൈകാർബണേറ്റ്. അതിന്റെ സിമ്പിൾ ആണ് HCO3. മനസ്സിലായോ? സോഡിയം എവിടെയാണ് കിടക്കുന്നത്? സോഡിയത്തിന്റെ ഇവിടെ പീരിയോഡിക് ടേബിൾ കിടപ്പുണ്ട്. തന്നെ സോഡിയത്തിന്റെ എത്രയാണ്? +1. ക്ലിയർ? അപ്പോൾ ദ ആൻസർ ഈസ് സോഡിയം +1 ആൻഡ് ഹൈഡ്രജൻ എന്താ പറഞ്ഞത്? ഹൈഡ്രജൻ കാർബണേറ്റ് HCO3. ഓക്കെ, അത്രയാണ് -1. ഓൾറെഡി ബാലൻസ്ഡ്. ഇവിടെ +1ഉം -1ഉം വന്നു. അപ്പോൾ ഒന്നും നോക്കാനില്ല, വെറുതെ എടുത്ത് എഴുതിയാൽ മതി. NaHCO3. ദിസ് ഈസ് ദ ആൻസർ. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് അലുമിനിയം ഫോസ്ഫേറ്റ്. ഇവിടെ രണ്ട് പേരുണ്ട്. കാറ്റയോൺ അലുമിനിയം, ആനയോൺ ഫോസ്ഫേറ്റ്. അപ്പോൾ അലുമിനിയം നമുക്ക് ഒന്ന് കണ്ടെത്താം. എത്രയാണ് അലുമിനിയം? 3+. അലുമിനിയത്തിന്റെ സിമ്പല് Al. ഓക്കെ, ഇനി ആനയോൺ നമുക്ക് ഇവിടുന്ന് കണ്ടെത്താം. ആനയോൺ എന്താണ്? ഫോസ്ഫേറ്റ്. ഫോസ്ഫേറ്റിന്റെ സിമ്പല് PO4. ഓക്കെ, PO4. ഇവിടെ ഈ +3 എന്നുള്ളത് തെറ്റാണ്, ഇത് നെഗറ്റീവ് ആണ്. -3 ആണ്. ഓക്കെ, ദെൻ നമുക്ക് എഴുതി നോക്കാം. എങ്ങനെയാണ്? അലുമിനിയം 3+ ആൻഡ് ഫോസ്ഫേറ്റ് PO4 3-. ഓൾറെഡി അവരെന്താണ്? ബാലൻസ്ഡ് ആണ്. അപ്പോൾ വെരി സിമ്പിൾ. AlPO4 ഇതാണ് ആൻസർ. എന്നാൽ ചില കേസുകളിൽ, ഫോർ എക്സാമ്പിൾ നോക്കൂ. ഇപ്പോൾ A എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട്, അതിന്റെ മീതെ 3 എന്ന ചാർജും B എന്നതിന് മീതെ 6 എന്ന ചാർജാണെന്ന് വിചാരിക്കും. വെറുതെ വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളിങ്ങനെ ഇന്റർചേഞ്ച് ചെയ്ത് എഴുതിയെന്നായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇന്റർചേഞ്ച് ചെയ്തുമ്പോൾ എയുടെ താഴെ എന്ത് വരും? 6 വരും. ബിയുടെ താഴെ എന്ത് വരും? 3 വരും. ഇങ്ങനെ എഴുതിയ ഉത്തരം തെറ്റാണ്. എന്ത് ചെയ്യണം നമ്മൾ? ഏറ്റവും ചെറിയ സംഖ്യ ആക്കണം. അപ്പോൾ 3 വെച്ച് രണ്ട് സൈഡും എന്ത് ചെയ്യണം? ഹരിക്കണം. അപ്പോൾ അങ്ങനെ ഹരിക്കുമ്പോൾ ഇവിടെ 1 കിട്ടും. അപ്പോൾ എന്താണ്? എയുടെ താഴെ ഹരിക്കുമ്പോൾ എന്താണ്? 2 കിട്ടും. A2B. ഈ ഫോർമുല മനസ്സിലായോ പറഞ്ഞത്? വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് എയുടെ മീതെ 2, ബിയുടെ മീതെ 4, അങ്ങനെയാണ് വിചാരിക്കും. അപ്പോൾ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെ വരും? എയുടെ താഴെ 4ഉം വരും, ബിയുടെ താഴെ 2ഉം വരും. ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കാൻ പാടില്ല.
ഇറ്റ് ഈസ് റോങ്. എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ 2 വെച്ച് ഡിവൈഡ് ചെയ്യണം. ഏറ്റവും ചെറിയ സംഖ്യ, രണ്ടിലും കോമൺ ആയിട്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ദ ആൻസർ ഈസ് A2B1. ക്ലിയർ? ഓക്കെ. അപ്പോൾ ALP4 ഇതാണ് നമ്മുടെ ആൻസർ. നമുക്ക് വീണ്ടും ഒന്ന് റിവൈൻഡ് ചെയ്യാം. എന്തൊക്കെ സ്റ്റെപ്സ് ആണ് കെമിക്കൽ ഫോർമുല റൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത്? ഒന്ന്, സ്റ്റെപ്സ്: ഐഡന്റിഫൈ ദ സിമ്പിൾ ഓഫ് ദ കാറ്റയോൺ, ഫസ്റ്റ് പാർട്ട് ഓഫ് ദ നെയിം ആൻഡ് ദ ആനയോൺ. Identify the valence or charge of each symbol and place it just above the symbol. Balance the total positive and negative charge on the cation and anion. Once you have determined the number of units of the cation and anion, those become the subscript which are placed right after the respective symbol. Clear? നമ്മൾ ആദ്യം സിമ്പിൾ എന്ത് ചെയ്യുക? ഐഡന്റിഫൈ ചെയ്യുക. അലുമിനിയം, ഇപ്പോൾ ക്ലോറിൻ, Cl അങ്ങനെയൊക്കെ. ദെൻ കാറ്റയോൺ ഐഡന്റിഫൈ ചെയ്യുക, ആനയോൺ എഴുതുക. കാറ്റയോൺ ആദ്യം എഴുതുക, പിന്നെ ആനയോൺ. എന്താണ് അതിന്റെ ബാലൻസ് ചാർജ് മുകളിൽ എഴുതുക, അതിനുശേഷം ചാർജ് ബാലൻസ് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്യണം? സബ്സ്ക്രിപ്റ്റ് ആയിട്ട് ചാർജുകൾ താഴെ പരസ്പരം എഴുതുക. അതാണ് സൾഫ്യൂറിക് ആസിഡ്. സൾഫ്യൂറിക് ആസിഡ് എന്തൊക്കെയാണ് അതിനകത്ത് കാറ്റയോൺ ആനയോൺ എന്ന് ആദ്യം നമ്മൾ അറിയണം. നമുക്ക് നോക്കാം. സൾഫ്യൂറിക് ആസിഡിലെ കാറ്റയോൺസും ആനയോൺസും. ഒന്നാമത് ഹൈഡ്രജൻ ഉണ്ട്, ആസിഡിലൊക്കെ ഹൈഡ്രജൻ ഉണ്ട്. പിന്നെ എന്താണ്? സൾഫേറ്റ് ആണ്. സൾഫേറ്റ് SO4. ഇനി നമുക്ക് അറിഞ്ഞൂടെ, ഹൈഡ്രജന്റെ +1 SO4ന്റെ എന്താണ്? 2 ആണ്. അപ്പോൾ ഈ 2 ഹൈഡ്രജന്റെ താഴെ കൊടുക്കുക, 1 SO4ന്റെ താഴെ കൊടുക്കുക. സോ ദ ആൻസർ ഈസ് എന്താണ്? H2SO4. ഓക്കെ, SO4ന്റെ 2 ആണ് ഇവിടെ കിടക്കുന്നത്. നെക്സ്റ്റ്, അടുത്തൊരു ആസിഡാണ് നൈട്രിക് ആസിഡ്. ഏതൊരു ആസിഡിലും എന്തുണ്ടാവും? ഹൈഡ്രജൻ ഉണ്ടാവും. പിന്നെ അറിയേണ്ടത് ആനയോൺ ആരാണെന്നാണ്. അപ്പോൾ ഹൈഡ്രജൻ ഓൾറെഡി ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, +1. ഓക്കെ, ആനയോൺ നൈട്രിക് ആസിഡ് അതാരാണ്? നൈട്രേറ്റ് ആണ്. അത് എത്രയാണ്? -1. അപ്പോൾ NO3 -1 ഓൾറെഡി ബാലൻസ്ഡ് ആണ്, കണ്ടോ? അപ്പോൾ അതിന്റെ ഉത്തരം എന്താണ്? HNO3. ക്ലിയർ? നെക്സ്റ്റ്, അടുത്തൊരു ആസിഡാണ് കാർബോണിക് ആസിഡ്. കാർബോണിക് ആസിഡ് ഏതൊരു ആസിഡ് ആയിക്കോട്ടെ, എന്തുണ്ട്? ആസിഡിൽ എന്തുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്. സോ ഹൈഡ്രജൻ ഉണ്ട്. ഇനി ഈ കാർബോണിക് അതറിയണം, കാർബോണിക് ഗ്രൂപ്പ് അറിയണം. അപ്പൊ ഇവിടെ കാർബോണിക് ഗ്രൂപ്പ് കൊടുത്തിട്ടില്ല. CO3 ആണ് എന്ത്? കാർബോണിക് ഗ്രൂപ്പ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് കാർബണേറ്റ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? 2 കൊടുത്തിട്ടുണ്ട് 2 CO3. അപ്പൊ CO3യുടെ ചാർജ് എഴുതാം. മുകളിൽ എന്താണത്? 2. ഹൈഡ്രജന്റെ ചാർജ് -2, ഇത് +1. ഇനി നമുക്ക് എന്തറിയാം? ഈ 2 ഇങ്ങോട്ട് കൊടുക്കുക, ഈ +1 ഇതിന്റെ താഴേക്ക് കൊടുക്കുക. സോ ദ ആൻസർ ഈസ് എന്താണ്? H2CO3. ക്ലിയർ? അപ്പോൾ നമ്മുടെ ആസിഡ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസുകളാണ്, ആൽക്കലികളാണ്. എന്നിട്ട് നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ്. നമുക്കറിയാം സോഡിയം എവിടെ? സോഡിയത്തിന്റെ ഇവിടെ കിടപ്പുണ്ട്. സോഡിയം കണ്ടോ? സോഡിയം Na+1ഉം ഹൈഡ്രോക്സൈഡ് നോക്കൂ. ഹൈഡ്രോക്സൈഡ് ഇവിടെ കിടപ്പുണ്ട്. OH എത്രയാണ്? OH -1. OH എത്രയാണ്? -1. ഓൾറെഡി ബാലൻസ്ഡ് ആണ്. അപ്പോൾ ഇതങ്ങോട്ട് ചേർത്ത് എഴുതിയാൽ മതി. ആൻസർ ഈസ് NaOH. നെക്സ്റ്റ്, അടുത്ത ഒരു ആൽക്കലിയാണ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. നമുക്കറിയാം മഗ്നീഷ്യം പീരിയോഡിക് ടേബിളിലെ മഗ്നീഷ്യം എവിടെ? മഗ്നീഷ്യം ഇവിടെ കിടപ്പുണ്ട്. Mg എന്താണ്? 2+. ഓക്കെ, ഇനി ഹൈഡ്രോക്സൈഡ് ഇവിടെ കിടപ്പുണ്ട്. എത്രയാണ്? -1. അപ്പോൾ എന്താണ്? OH എന്താണ്? -1. ഇനി എന്താണ്? ഇന്റർചേഞ്ച് ചെയ്യാം. ഈ 1 ഇതിന്റെ താഴെ വരും, ഈ 2 എന്താണ്? ഇതിന്റെ താഴെ വരും. സോ ദ ആൻസർ ഈസ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, MgOH twice. അടുത്ത എക്സാമ്പിൾ കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഇതും ഒരു ബേസ് ആണ്. അപ്പോൾ നമുക്കറിയാം കാൽസ്യം ഇവിടെ, ഹൈഡ്രോക്സൈഡ് എന്നറിയാം. കാൽസ്യം ഇവിടെ കിടപ്പുണ്ട്. കാൽസ്യം എന്താണ്? 2+. കാൽസ്യം 2+ഉം. ഇനി ഹൈഡ്രോക്സൈഡ് ഇവിടെയുണ്ട്. അപ്പോൾ എന്താണ്? ഹൈഡ്രോക്സൈഡ് OH 1-. എന്താണ്? ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ കാൽസ്യത്തിന് താഴെ 1ഉം OHന്റെ താഴെ എന്താണ്? 2ഉം അല്ലെ? അപ്പൊ 2 എഴുതുമ്പോൾ നമ്മൾ ബ്രാക്കറ്റ് ഇടണം. ഒന്നിൽ കൂടുതൽ പോളിയാറ്റോമിക് ഒന്നിൽ കൂടുതൽ വന്നാൽ ബ്രാക്കറ്റ് ഇട്ടിട്ട് വേണം നമ്മൾ എഴുതാൻ. സോ ദ ആൻസർ ഈസ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ക്ലിയർ? നെക്സ്റ്റ്, അടുത്തത് ഒരെണ്ണം വേണ്ടിയുള്ളൂ ബേസ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ പൊട്ടാസ്യം ഇവിടെ അത് തന്നെ ഇവിടെ കിടപ്പുണ്ട്. പൊട്ടാസ്യം K+ എന്ന് പറഞ്ഞാൽ +1. ഓക്കെ, +1. ഇനി ഹൈഡ്രോക്സൈഡ് ഇവിടെ കിടപ്പുണ്ട്. ഹൈഡ്രോക്സൈഡ് -1. OH എന്താണ്? -1. ഓൾറെഡി ബാലൻസ്ഡ് ആണ്. സോ ദ ആൻസർ ഈസ് KOH. ക്ലിയർ?
ഇനി നമുക്ക് വാട്ടർ പഠിക്കാം. നമുക്കറിയാം വാട്ടർ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് അറിയണം അല്ലേ? വെരി സിമ്പിൾ ആണ്. എന്താണ് വാട്ടറിൽ ആരൊക്കെയുണ്ട്? വാട്ടറിൽ ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ എത്രയാണ്? +1. പിന്നെ ആരുണ്ട്? ഓക്സിജൻ ഉണ്ട്. ഓക്സിജൻ എന്താണ്? -2. സോ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ ഹൈഡ്രജന്റെ താഴെ 2 വരും, ഓക്സിജന്റെ താഴെ എന്താണ്? 1 വരും. നമ്മൾ എന്ത് എഴുതില്ല. ദ ആൻസർ ഈസ് H2O. ഓക്കെ. ഇനി നമ്മൾ സാൾട്ട് ആണ്. സാൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആസിഡും ആൽക്കലിയും തമ്മിൽ ചേരുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? സാൾട്ട്. ഫോർ എക്സാമ്പിൾ, ഇഫ് ഹൈഡ്രജൻ ക്ലോറൈഡ് HCl react with sodium hydroxide to give sodium chloride plus H2O. ഇവിടെ ഈ സോഡിയം ക്ലോറൈഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സാൾട്ട്. സോഡിയം ക്ലോറൈഡ് അല്ല സാൾട്ട്. ഇവിടെ കിട്ടുന്ന ലവണം അതിനെ നമ്മൾ സാൾട്ട് എന്ന് വിളിക്കും. സോഡിയം ക്ലോറൈഡ് ഉപ്പ്, അതിനെ നമ്മൾ സാൾട്ട് എന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ട്. ശരിക്കും കോമൺ സാൾട്ട് എന്നാണ് പേര്. ഇവിടെ കിട്ടുന്നതൊക്കെ സാൾട്ടാണ്, ഉപ്പ് മാത്രമല്ല സാൾട്ട് കേട്ടോ. അപ്പോൾ സാൾട്ടിന്റെ പേരാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോഡിയം ക്ലോറൈഡ്. വെരി സിമ്പിൾ. നമ്മൾ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. സോഡിയം എന്താണ്? ഇവിടെ Na1+, ക്ലോറിൻ 1+. ദ ആൻസർ ഈസ് സോഡിയം ക്ലോറൈഡ്. അടുത്തത് കാൽസ്യം ക്ലോറൈഡ്. അപ്പോൾ നമുക്ക് കാൽസ്യം നിങ്ങൾക്ക് ഇവിടുന്ന് കണ്ടെത്താൻ സാധിക്കും. കാൽസ്യം എത്രയാണ്? 2+. ക്ലോറിൻ എത്രയാണ്? 1+. എന്താണ് ആൻസർ? കാൽസ്യം ക്ലോറൈഡ്, CaCl2. ഓക്കെ. നെക്സ്റ്റ് അടുത്തത് വരുന്നത് മഗ്നീഷ്യം ക്ലോറൈഡ്. സോ നിങ്ങൾ ഇവിടെ നോക്കുക, മഗ്നീഷ്യം 2 ആൻഡ് ക്ലോറിൻ എത്രയാണ്? 1. ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ എന്താണ്? മഗ്നീഷ്യത്തിന്റെ 2 ക്ലോറിന് കിട്ടും, ക്ലോറിന്റെ 1 മഗ്നീഷ്യം ക്ലോറൈഡ്. അടുത്ത ഒരു ഇതാണ് സിങ്ക് സൾഫേറ്റ്. അപ്പോൾ നമുക്ക് സിങ്ക് നോക്കാം. സിങ്ക് എവിടെ? സിങ്ക് ഇവിടെ കിടപ്പുണ്ട്. എത്രയാണ്? സിങ്ക് 2+ ആണ്. അപ്പോൾ അത് നമുക്കൊന്ന് എഴുതണം. സിങ്ക് എത്രയാണ്? 2+. ദെൻ സൾഫേറ്റ് ഇവിടെ നോക്കൂ. സൾഫേറ്റ് എത്രയാണ്? സൾഫേറ്റ് 2-. അപ്പോൾ SO4 എന്താണ്? 2-. വെരി സിമ്പിൾ. രണ്ടും എന്താണ്? ഈക്വൽ ആയി പോയി അല്ലേ? ക്യാൻസൽ ചെയ്ത് പോകും. സോ ദ ആൻസർ ഈസ് വെറുതെ ചേർത്ത് എഴുതിയാൽ മതി, സിങ്ക് സൾഫേറ്റ്. അടുത്തത് കോപ്പർ സൾഫേറ്റ്. ഓക്കെ. കോപ്പർ എവിടെ? കോപ്പർ ഇവിടെ കിടപ്പുണ്ട്, Cu. ആൻഡ് സൾഫേറ്റ് എവിടെ? സൾഫേറ്റ് ഇവിടെ കിടപ്പുണ്ട്, എന്താണ്? -2. സോ കോപ്പർ സൾഫേറ്റ് വെരി സിമ്പിൾ, രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ കോപ്പർ സൾഫേറ്റ് CuSO4 എന്ന് എഴുതിയാൽ മതി. അടുത്തത് സിങ്ക് കാർബണേറ്റ്. നോക്കാം. സിങ്ക് ഇവിടെ കിടപ്പുണ്ട്. ദെൻ കാർബണേറ്റ് അറിയണം. ഇതെവിടെ? കാർബണേറ്റ് എവിടെ? ഇവിടെയാണ് കാർബണേറ്റ്. സിങ്ക് രണ്ടും സെയിം ആണ്. സെയിം ആയതുകൊണ്ട് എന്താണ്? സിങ്ക് കാർബണേറ്റ്, സെയിം ചാർജ് ആണ്. ഓക്കെ. നെക്സ്റ്റ് അടുത്ത സാൾട്ട് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ സിങ്ക് ക്ലോറൈഡ്. സിങ്ക് ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ സിങ്ക് ഇവിടെ? അതെ, സിങ്ക്. ദെൻ ക്ലോറൈഡിന് ഇവിടെ ക്ലോറിൻ ഉണ്ട്. അപ്പോൾ സിങ്ക് നമ്മൾ എഴുതി, സിങ്കിന്റെ മീതെ 2 എഴുതി, ക്ലോറിൻ എഴുതി, ക്ലോറിന്റെ മീതെ 1 എഴുതി, ഇന്റർചേഞ്ച് ചെയ്യുക. അപ്പോൾ സിങ്ക് Cl2. ഓക്കെ. സോ ദ ആൻസർ ഈസ് സിങ്ക് ക്ലോറൈഡ്. അടുത്തത് സോഡിയം സൾഫേറ്റ്. സോഡിയം എവിടെ? അതിവിടെ കിടപ്പുണ്ട്, സോഡിയം. സൾഫേറ്റ് എവിടെയാണ്? സൾഫേറ്റ് അതെ, ഇവിടെ കിടപ്പുണ്ട് സൾഫേറ്റ്. ഓക്കെ. അപ്പോൾ അത് സോഡിയം സൾഫേറ്റ് എഴുതുക. എന്താണ്? സോഡിയം. സൾഫേറ്റിന്റെ 2 സോഡിയത്തിന് താഴേക്കും, സോഡിയത്തിന്റെ 1 സൾഫേറ്റിന്റെ താഴേക്കും പോകും. അത്രേ ഉള്ളൂ. അടുത്തത് പൊട്ടാസ്യം സൾഫേറ്റ്. എവിടെ? പൊട്ടാസ്യം ഇവിടെ ഉള്ളതാണ്. ഇവിടെ ഉണ്ട് പൊട്ടാസ്യം. സൾഫേറ്റ് എവിടെ? ഇതാണ് സൾഫേറ്റ്. നിങ്ങൾ സ്വയം എഴുതി നോക്കുക, പൊട്ടാസ്യം സൾഫേറ്റ്. ഓക്കെ. സോറി, ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. പൊട്ടാസ്യത്തിന്റെ താഴെ K2SO4 ആണ്. കാരണം നോക്കൂ, K+1 SO4 2- ആണ്. അപ്പോൾ ഈ 2 ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ K2SO4 ആണ് ആൻസർ. ഓക്കെ. അടുത്തത് സോഡിയം കാർബണേറ്റ്. സോഡിയം എവിടെ? ഇവിടെയുണ്ട് സോഡിയം കാർബണേറ്റിന് എവിടെ പോകും? ഇതാണ് കാർബണേറ്റ്. ഓക്കെ. അപ്പോൾ സോഡിയം കാർബണേറ്റ് എഴുതുമ്പോൾ Na2 എന്താണ്? CO3. സോഡിയം +1 കാർബണേറ്റ് എന്താണ്? 2 ആണ്. അപ്പോൾ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ സോഡിയത്തിന് 2 കാർബണേറ്റ് 1 വരും. സോ ദ ആൻസർ ഈസ് സോഡിയം കാർബണേറ്റ്, Na2CO3. അടുത്തത് മഗ്നീഷ്യം സൾഫേറ്റ്. എന്താണ്?
മഗ്നീഷ്യം സൾഫേറ്റ്. എന്തായിരിക്കണം? ഇനി ഞാൻ എൻ്റെ സഹായമില്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. മഗ്നീഷ്യം ഇവിടെയുണ്ട്, സൾഫേറ്റ് ഇവിടെയുണ്ട്, മഗ്നീഷ്യം സൾഫേറ്റ് MgSO4. അടുത്തത് സോഡിയം നൈട്രേറ്റ്. നിങ്ങൾക്ക് സ്വയം എഴുതാൻ സാധിക്കും. സോഡിയം എടുക്കുക, സോഡിയം ഇവിടെയുണ്ട്, നൈട്രേറ്റിന് ഇവിടെ നിന്ന് എടുക്കുക, എന്നിട്ട് നിങ്ങൾ എഴുതി നോക്കുക സോഡിയം NaNO3. അടുത്തത് കാൽസ്യം സൾഫേറ്റ്. കാൽസ്യം സൾഫേറ്റ് എടുക്കുക, കാൽസ്യം ഇവിടെയുണ്ട്, സൾഫേറ്റ് ഇവിടെയുണ്ട്, രണ്ടും കൂടി എഴുതുക CaSO4. കാൽസ്യത്തിനും 2+, സൾഫേറ്റിനും 2-. അത് എന്താണ്? ഇതായി പോകും, ന്യൂട്രലൈസ് ചെയ്യുക. അലുമിനിയം സൾഫേറ്റ്, അലുമിനിയം ഇവിടെ എടുക്കുക, അലുമിനിയം 3+ ആൻഡ് സൾഫേറ്റ് 2. അപ്പോൾ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ അലുമിനിയത്തിന് താഴെ 2, സൾഫേറ്റിന്റെ താഴെ ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. സൾഫേറ്റിന്റെ താഴെ എന്താണ്? SO4 ത്രൈസ് ഉണ്ട്. അലുമിനിയത്തിന് താഴെ 3ഉം SO4ന്റെ മീതെ 2 ആണ്. സോ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ എന്താ കിട്ടും? അലുമിനിയം 2SO4 എന്താണ്? ത്രൈസ്. ഇതാണ് ആൻസർ. ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ. അടുത്തത് അമോണിയം ക്ലോറൈഡ്. അതിനകത്ത് അമോണിയം എവിടെ? ഇതാണ് അമോണിയം. ഓക്കെ, +1. അമോണിയം ആദ്യം എഴുതണം, NH4 +1. ക്ലോറിൻ ഇവിടെ ഉണ്ട്, Cl -1. സോ ഇത് ആൻസർ വരുന്നത് സെയിം ആണ്. അതുകൊണ്ട് എന്താണ്? NH4Cl ആണ് ആൻസർ. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന വളങ്ങളാണ്, ഫെർട്ടിലൈസേഴ്സ്. അമോണിയം ഫോസ്ഫേറ്റ്. വെരി സിമ്പിൾ. നിങ്ങൾ അമോണിയം കണ്ടെത്തുക. അമോണിയം എവിടെയാണ്? ഫോസ്ഫേറ്റിന്റെ നെഗറ്റീവ് ആണെന്നുള്ള കാര്യം മറക്കരുത്, -3. അപ്പോൾ ഫോസ്ഫേറ്റ് എഴുതുക, അമോണിയം ഫോസ്ഫേറ്റ് എഴുതുക. എങ്ങനെ എഴുതാം? വെരി സിമ്പിൾ അല്ലേ? NH4ന്റെ മീതെ NH4ന്റെ ഇത് എഴുതുക +1. ഫോസ്ഫേറ്റ് PO4 അതിന്റെ മീതെ എന്താണ്? -3. ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ NH4 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അതിനുശേഷം 3 എഴുതുക. ദെൻ PO4ന്റെ താഴെ 1 എഴുതണം, പക്ഷെ 1 എഴുതണ്ട. ഓക്കെ. സോ ദ ആൻസർ ഇസ് NH4 3PO4. അടുത്ത വളമാണ് കാൽസ്യം ഫോസ്ഫേറ്റ്. വെരി സിമ്പിൾ. നിങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തുക കാൽസ്യം 2+, ഫോസ്ഫേറ്റ് അഗെയിൻ -3 എന്നിട്ട് എഴുതുക കാൽസ്യം Ca 2+ ആൻഡ് ഫോസ്ഫേറ്റ് PO4 3-. ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ കാൽസ്യത്തിന്റെ താഴെ 3 വരും ആൻഡ് PO4ന്റെ താഴെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് 2 ഇടാം. സോ ദ ആൻസർ ഈസ് കാൽസ്യം PO4 ട്വൈസ്. അടുത്ത വളമാണ് പൊട്ടാസ്യം ക്ലോറൈഡ്. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വളമാണ് പൊട്ടാസ്യം ക്ലോറൈഡ്. വെരി സിമ്പിൾ. നിങ്ങൾ എഴുതുക പൊട്ടാസ്യം എഴുതുക, ക്ലോറിൻ എഴുതുക. ഓക്കെ, ദ ആൻസർ ഈസ് പൊട്ടാസ്യം ക്ലോറൈഡ്. രണ്ടിന്റെയും ചാർജ് സെയിം ആണ്. അടുത്തത് പൊട്ടാസ്യം സൾഫേറ്റ്. മറ്റൊരു വളമാണ് പൊട്ടാസ്യം സൾഫേറ്റ്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യുക? പൊട്ടാസ്യം എടുക്കുക, പൊട്ടാസ്യം K+ 1 ചാർജ്, സൾഫേറ്റ് 2 ചാർജ്. ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ സൾഫേറ്റിന്റെ 2ഉം പൊട്ടാസ്യത്തിന്റെ 1 പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ K2SO4 കിട്ടും. അത് ഞാൻ വേഗത്തിൽ പറഞ്ഞ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടും, നിങ്ങൾ ഏബിൾ ആണ്. സോഡിയം നൈട്രേറ്റ് എന്താണ്? സോഡിയം ഇവിടെ എടുക്കുക, Na+ 1 ചാർജ്, നൈട്രേറ്റ് ഇവിടെ നിന്ന് എടുക്കുക -1. അപ്പോൾ രണ്ടും ഈക്വൽ ആണ്. അതുകൊണ്ട് സോഡിയം നൈട്രേറ്റ് വെറുതെ ചേർത്ത് എഴുതിയാൽ മതി. ഓക്കെ, താങ്ക് യു. Please visit next part to understand how to balance a chemical equation. ഇപ്പോൾ നിങ്ങൾക്ക് കെമിക്കൽ ഇക്വേഷൻ എന്താണെന്ന് അറിയാം, റിയാക്ഷൻ എന്താണെന്ന് അറിയാം, ഫോർമുല എങ്ങനെ എഴുതാമെന്ന് അറിയാം. ഇനി നിങ്ങൾ അറിയേണ്ടത് എങ്ങനെ ബാലൻസ് ചെയ്യാം. അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ പാഠത്തിലേക്ക് കിടക്കാം. അപ്പോൾ വളരെ എളുപ്പമായിരിക്കും പാഠം. മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ പഠിച്ചാൽ പിന്നീടുള്ള ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. ഓക്കെ, താങ്ക് യു once again. Please subscribe to our YouTube channel for new updated videos.